ഇതൊരു കുറച്ചൊരു രൗദ്രഭാവമുള്ളൊരു പാട്ടാണ്. അത് പാർവതിക്ക് നന്നായിട്ട് ചേരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ കീ ഫ്രേസ്, കീ വേർഡ് വാട്ട് എവർ ഇറ്റ് ഇസ്, പള്ളിക്കലപ്പന്റെ മോളെ ആ പാടിയേക്കണ എന്ത് രസാ. Rama 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 Kita Villa Kita Bima 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 Monster Singer Junior Na 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 na. Parvati, what a performance! I think in the dancers they were too into it. അവരുടേതായ ഒരു കോറസ് ടീം ഉണ്ടായിരുന്നു ഇവിടെ അല്ലെ. പിന്നെ നമ്മുടെ മൺസ്റ്റാർ സിംഗർ ജൂനിയറിലെ എല്ലാ കണ്ടസ്റ്റൻസും ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ. അവരുടെ സപ്പോർട്ട് ശരിക്കും ഉണ്ടായിരുന്നു. എനിവേസ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശാന്തി, വെരി ഗുഡ്. താങ്ക് യു മാം. സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കായിരുന്നു, ഉഗ്രനായിരുന്നു മോളെ. താങ്ക് യു മാം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ കീ ഫ്രേസ്, കീ വേർഡ് വാട്ട് എവർ ഇറ്റ് ഇസ്, പള്ളിക്കലപ്പന്റെ മോളെ ആ പാടിയേക്കണ എന്ത് രസാ. മോളെ മനപ്പുറാക്കിയതാണ് അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയാം, കൈ ഇങ്ങനെ ഒരു കാണിക്കലുണ്ട്, അത് ഭയങ്കര ഇഷ്ടം. ശ്രുതി പിടിക്കാൻ അത് ഇവർക്കൊരു കമാൻഡ്, പിള്ളേർത്ത് പാട് എന്ന് പറഞ്ഞോണ്ടൊരു. നല്ലതായിരുന്നു പാർവതി. ആൻഡ് ഐ ലവ് യുവർ കോൺഫിഡൻസ്. ഇത് തന്നെ കീപ്പ് അപ്പ് ചെയ്ത് മുന്നേറുക. അസലായിരുന്നു മോളെ. വെരി ഗുഡ്. അതിന്റെ ഒരു നേറ്റിവിറ്റി ആ പാട്ടിനകത്തുടനീളം ഉണ്ടായിരുന്നു പാടുന്നതിനകത്ത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം കുട്ടപ്പഞ്ചേട്ടന്റെ റോയൽറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. എല്ലാവരും കുട്ടപ്പഞ്ചേട്ടന്റെ പാട്ട് കേട്ടാണ് നാടൻ പാട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പോ ഹാറ്റ്സ് ഓഫ് ടു കുട്ടപ്പഞ്ചേട്ടൻ. എനിക്ക് തോന്നുന്നു നാടൻ പാട്ടിന്റെ ഇപ്പോഴത്തെ ശരിക്കും ഈ ഒരു തലമുറയിൽ ഇത്രത്തോളം പോപ്പുലാരിറ്റി അദ്ദേഹം കാരണമാണ് വന്നിരിക്കുന്നത്. ഇതൊരു കുറച്ചൊരു രൗദ്രഭാവമുള്ളൊരു പാട്ടാണ്. അത് പാർവതിക്ക് നന്നായിട്ട് ചേരുന്നു കേട്ടോ. നന്നായിരുന്നു മോളെ. താങ്ക് യു സോ മച്ച് വേണു അങ്കിൾ ആൻഡ് ഗോപി അങ്കിൾ. ഗംഭീരം, അതിഗംഭീരം. താങ്ക് യു സർ. ഇത്രയും വലിയൊരു സ്റ്റേജ് നിറച്ചു. നമ്മുടെ ഡാൻസേഴ്സും എല്ലാം കൂടി ചേർന്ന് ഓലക്കൊടയും കോമരവും എല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ഗംഭീരമായി. അതിലപ്പുറം മോളുടെ പാട്ട് അതിന്റെ പീക്കിലെത്തി. താങ്ക് യു സർ. നെഗറ്റീവാണ് മൊത്തം അല്ലെ ഇതിനകത്ത്, പ്രശ്നമാണ് അല്ലേ. ഞാനിത് കേട്ടപ്പോഴേ ഒരു എന്താ പറയാ, ഒരു ഇംഗ്ലീഷിലൊരു കഥയുണ്ട്, ഗോൾഡൻ സ്റ്റീനും വിൻബർഗും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കഥയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എന്റെ രണ്ടുപേരും കൂട്ടുകച്ചവടക്കാരായിരുന്നു. പക്ഷെ ഈ വിൻബർഗ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ വിറ്റ് 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 മുടിച്ചു. കച്ചവടം പൊളിഞ്ഞു, പാപ്പരായി. രണ്ടുപേരും പാപ്പരായി. ഇപ്പൊ രണ്ടുപേരും ദൈവത്തിനോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ. രണ്ടുപേരും പിണങ്ങി, ഗോൾഡൻ സ്റ്റീനും വിൻബർഗും രണ്ടുപേരും പിണങ്ങി. രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ മുടിച്ച ആളുടെ അടുത്ത്, വിൻബർഗിന്റെ അടുത്ത് ദൈവം പോയില്ല, ഗോൾഡൻ സ്റ്റീന്റെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേര് കൂട്ടുകച്ചവടക്കാരായിരുന്നു, വിൻബർഗ് എന്ന് പറഞ്ഞ ആളിന്റെ കൂടെ ഉണ്ടായിരുന്നു, ചില്ലറ മുടിവല്ല അവൻ എന്നെ മുടിച്ചത്, എന്നെ നശിപ്പിച്ചു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, നേരെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ വേണം, വരം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, ദൈവം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞു, 3 വരം തരാം, പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ അതിന്റെ ഇരട്ടി ഞാൻ അയാൾക്ക് കൊടുക്കും. പ്രശ്നമായില്ലേ? അപ്പൊ ഇയാൾ ആദ്യം പറഞ്ഞു, എനിക്കൊരു നല്ല വീട് വേണമെന്ന് പറഞ്ഞു. ഒരു വീട് അപ്പം ഉണ്ടായി ഗോൾഡൻ സ്റ്റീന്, വിൻബർഗിന് അപ്പൊ 2 വീടുണ്ടായി. പ്രശ്നമായില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വരം, ഭാര്യ വന്നു. മറ്റേ വീടിന്റെ മട്ടുപ്പാവിൽ നോക്കിയ സമയത്ത് വിൻബർഗ് 2 ഭാര്യയുടെ നടുക്കിരിക്കുന്നു. ഇവനൊന്ന് ആലോചിച്ച് എന്താ ചെയ്യേണ്ടെന്നുള്ളത്. അവൻ പറഞ്ഞു, എന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചേ? 2 കണ്ണും പോയി. മറ്റേയാളുടെ 2 കണ്ണും പോയി. അപ്പൊ ഇതും ഒരു നെഗറ്റീവ് കഥയാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you so much, Gopi uncle. Nice story, അല്ലേ? Anyways, now we'll move on to marks. Shatanti out of 45. 38. 38 out of 45. Venu uncle. 38. 38 again out of 45. And finally, Gopi uncle. നമ്മുടെ കോമരത്തിന്റെ വാള് പോലെ ഉള്ള ഒരു അക്കം. 9. 9 out of 10. So far. Monster Singer Junior. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അവസാനമായി പാടാൻ വരുന്നു തമിഴ് മോഡേൺ ഹിറ്റ്സ് റൗണ്ടിൽ സംഗീത് കൃഷ്ണൻ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ
ഞാൻ സംഗീത്. ഞാൻ തമിഴ് മോഡേൺ ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് റമാങ്കിട്ടെ വില്ലേക്കട്ടെ ഭീമ 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 ഭീമാങ്കിട്ടെ കഥ കേക്കട്ടെ. ഹായ് സംഗീത്. വലിയ ഗോപിയൊക്കെ ഇട്ടിട്ടാണല്ലോ. വിജയുടെ സ്റ്റൈലാണ്. വിജയ് സ്റ്റൈലാണല്ലേ? ഓ, ഈ ഡ്രസ്സിങ്ങും. എനിവേസ് നന്നായി പാടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Roma 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 கிட்ட வில்ல கேட்ட பீமா 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 கிட்ட கதைக்க கேட்ட Roma 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 கிட்ட வில்ல கேட்ட பீமா 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 கிட்ட கதைக்க கேட்ட முருகு 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 முருக கிட்ட மயில கேட்ட ஈச 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 கிட்ட மலைய கேட்ட உங்க கிட்ட அன்ப கேட்ட உங்க கிட்ட அன்பு கேட்ட ரமா 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 கிட்ட வில்ல கேட்ட பீமா 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 கிட்ட கதைக கேட்ட பள்ளிக்கூட புள்ள போல சாதி பார்க்க சேர்ந்திருப்போ புள்ளி வச்சா வெங்கை போல பயமே இல்லாம வாழ்ந்திருப்போ வேறு புகழ் கொண்டு வங்க ஊருக்குள்ள ரொம்ப பேரு பேரிலேயே புகழ் கொண்ட என்ன போல வேலையார் ஆண்டவன் தான் என்னை பார்த்து என்ன வேண்டும் என்று கேட்டா அகதியான மக்களுக்கு அமைதியான நாடு கேப்ப கிட்ட வில்ல கேட்ட பீமா 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 கிட்ட கதைய கேட்ட நித்தம் நீதான் வனச்சி பாரு மெத்த இல்லாம தூக்கம் வரும்